ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം, അതിൽ കണക്കെഴുതാൻ. പുസ്തകം അവിടെ? പുസ്തകം കാണാനില്ല. വച്ച ഒരു ഇവിടെ കയറ്റി വെച്ചേക്കാണ്. കയറ്റികൾ കറക്റ്റായി എഴുതണം. എന്നുള്ള കാര്യം കറക്റ്റ് എഴുതിയില്ലെങ്കിൽ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടും. ഹലോ, ആരാടാ? നിനക്ക് സാമാന്യ മര്യാദ ഉണ്ടടാ? എടാ, ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം ഹലോ എന്നുള്ളത് ആരോടാണോ ചോദിക്കണേ? കള്ള ബാസി, നീ ഇപ്പോൾ എവിടെ? നീ വീട്ടിലോട്ട് വരണ? ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. വന്നിട്ട് 2-3 ദിവസമായി. വാടാ, നിന്നെ കാത്തിരിക്കുകയാണ്. വാ, നിനക്ക് ഇഷ്ടപ്പെടും. ഉച്ചയ്ക്ക് വരാന്നാ? വന്നാ ഉണ്ടിട്ട് പോവാ. പൊരിച്ച മീനെ കണ്ടടാ. ആരെന്നാ? നീ വാ, വന്ന് കാണടാ. അത്ര നിർബന്ധമാണെങ്കിൽ പറയാം. എന്നെ മാമാ കുട്ടമ്പിള്ള, പടവലം കുട്ടമ്പിള്ള. അയ്യോ എന്നാ? എടാ വാടാ, വന്നിട്ട് പോടാ, കണ്ടിട്ട് പോടാ. വാടാ, എടാ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. ഫോണ് വെച്ച് വാസി, കള്ള വാസി. അപ്പൂപ്പ വന്ന് പറഞ്ഞപ്പോഴേ പേടിച്ചു. അവൻ വരില്ല, കള്ളായി. പേടത്തൂരിയല്ലേ കള്ളായി. അച്ഛാ, ഓ അമ്മ കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാ പോയത്. ആണാ? ഇനിയിപ്പോ വേണമെങ്കിൽ ഞാൻ എന്താ കാന്താരി രസം ഉണ്ടാക്കാം. കാന്താരി രസോ? എപ്പോഴും ഒരുപോലെ നന്നാവണമെന്നില്ല. അച്ഛൻ നാക്കെടുത്ത് വിളച്ച് ഇനി ആ കറി പോയി. ചേച്ചി, എന്താടാ? അമ്മ മീൻകറി ഉണ്ടാക്കിയിട്ടാണോ പോയത്? ഉണ്ടാക്കിയല്ലോ. പാവം, രാവിലെ എണീറ്റ് എല്ലാ ജോലിയും ചെയ്തിട്ടാ പോയത്. ഏത് മീനാ? നെത്തോലി ഒരു ചെറിയ മീനല്ല. നെത്തോലിയാ? എന്ത് എന്തോക്കളെ, നെത്തോലി നല്ല മീനല്ലേ? അല്ല, നെത്തോലി നല്ല മീനൊക്കെ തന്നെ, പക്ഷെ ഒരു ഗുമ്മില്ല. ഒരു ഗുമ്മില്ലെങ്കിലേ ഭയങ്കര വമ്പാണോ നെത്തോലിക്ക്? ഒരു കാര്യം ചെയ്യ്, ഒരു നീലത്തെ മേലെ പിടിച്ച് പൊരിച്ചോളൂ. യു മീൻ ബ്ലൂ വെയിൽ? ഞാൻ പോണ്. കളിക്കാലോ. ഞാൻ അടുക്കളയിൽ സീരിയസ് ആയിട്ട് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുകയാണ്. അതുകൊണ്ട് സമയമില്ല. പോട്ടെ മോളെ. മക്കളെ, ചേട്ടന് നിന്നോട് ഒന്ന് കളിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ള ഭാരം മൊത്തോട് നിന്റെ തലയിൽ വെച്ചേക്കല്ലേ. എന്റെ ടെൻഷൻ ഒന്നും പറഞ്ഞാൽ പോലും മനസ്സിലാവൂല. നിന്റെ അടുത്ത് ആരാടാ ഉള്ള ഭാരമൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ പറഞ്ഞ? ആരെയും പറഞ്ഞ? നേട്ടങ്ങൾ കൊയ്യുമ്പോ കൂടെ ആൾക്കാർ ഒരുപാട് കാണും, പക്ഷെ കഷ്ടതകൾ വരുമ്പോ ആരും കാണൂല കേട്ടോ. ക്ലാസ് കഴിഞ്ഞ സാറ് പോവാണോ? ഓ പോണ്. കളിക്ക്. എന്ത് കളി കളിക്കണ്ടേ? ആ കളി വേണ്ട കേട്ടാ. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്റെ കൂടെ കളിക്കാൻ ആരുമില്ല. ഒരു അനിയനും അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ കളിക്കായിരുന്നു. ഇനി അനിയനും വേണ്ട പാടും. നമുക്കേ പഠിക്കാം. എങ്കിൽ ഞാനും കൂടെ കൂടാ. ഞാൻ കളിക്കാൻ തുടങ്ങിയ അപ്പൊ തന്നെ പഠിക്കാൻ പറയാ അപ്പൂപ്പ. അതെന്നാ കുഞ്ഞ് കളിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പഠിക്കാൻ പറയുന്നത്? അവളിപ്പോ കൂടുതലും കളിച്ചു നടക്കേണ്ട പ്രായമല്ലേ? കളിച്ചോണ്ടിരിക്കുമ്പോൾ പഠിക്കാൻ പറഞ്ഞാൽ ഭയങ്കര വിഷമാണ്. പക്ഷെ പഠിച്ചോണ്ടിരിക്കുമ്പോൾ കളിക്കാൻ പോകാൻ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ പിന്നെ ഒരു കാര്യം അറിയോ? ഇവള് നഴ്സറിയിൽ ഭയങ്കര സംഭവ സ്റ്റാർ അല്ലേ. ഇവള് പറയണത് അവിടുത്തെ പിള്ളേർ കേൾക്കൂ, അല്ലെങ്കിൽ പിടിച്ചിടിക്കും. അയ്യോ, പിള്ളേരെ അടിക്കാം മോളെ. കൂട്ടുകാരിയൊന്നും തല്ലരുത് കേട്ടോ. ഇല്ല അപ്പൂപ്പ, പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരെ മാത്രം അടിക്കും. എന്താ കൊച്ചേ, അവിടെ പഠിക്കാൻ പോണല്ല, പഠിപ്പിക്കാനാണ് പോണത്. മോള് വല്ലതും കഴിച്ചോ? കഴിച്ചപ്പൂപ്പ. എന്നാലും ഇടയ്ക്ക് പാലും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കണം. കുറച്ച് കഴിഞ്ഞ് കഴിക്കാം അപ്പൂപ്പ. പണ്ടൊക്കെ ആഹാരം ഇല്ലാത്തതിന്റെ പാട്, ഇപ്പൊ ഉള്ള എന്താ പാട്? നിനക്ക് എന്താടാ പണ്ട് ആഹാരം ഇല്ലാതിരുന്നത്? അല്ല, ഇപ്പൊ പറയുമ്പോ അങ്ങനെ പറയണമല്ലോ. പണ്ട് ആൾക്കാർ പറയില്ലേ, ഈ ചിമ്മിൻ വിളക്കിന്റെ മുട്ടിനാണ് പഠിച്ചത്, ഇലക്ട്രിക് പോസ്റ്റിന്റെ മുട്ടിനാണ് പഠിച്ചത്, പൊത്തം നിക്കറിട്ടോണ്ടാണ് പഠിക്കാൻ പോയത് എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഞാനും പഴയ കാര്യം പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. ശരി. ലച്ചു കിച്ചണിലെ തകൃതി ഏറ്റെന്തോ ചെയ്യണ്ടേ, ഞാൻ പോയി നോക്കട്ടെ. മാമനെ ഞെട്ടിക്കാൻ വേണ്ടിയേ ലച്ചു കാന്താരി മുളക് ഉണ്ടാക്കിയാണ്. കാന്താരി മുളക് രസം. കാന്താരി രസം മാമൻ കഴിച്ചിട്ടില്ലേ? നമ്മളെ തെക്കോട്ടൊക്കെയാണ് കാന്താരി, പച്ച കാന്താരി പഠിച്ച് നല്ല ഇടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് കടുവറത്ത് തക്കാളിയൊക്കെ ഇട്ട് വളരെ രസമാണ്. മാമൻ കഴിച്ചിട്ടില്ലല്ലേ? ഇപ്പോൾ ഉണ്ടാക്കി തരും, കഴിച്ചു നോക്ക്. അപ്പൂപ്പനെ താടുള്ളേ, ഞാൻ അപ്പൂപ്പനെ ഒരുക്കി താട്ടെ. അപ്പൂപ്പന്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു മോളെ. ഇനി അപ്പൂപ്പന് ഒറ്റ ഒരുക്കമേ ഉള്ളൂ. അതൊക്കെ ഒരു ദിവസം വരും മോളെ. ഞാൻ ഒരുക്കി തരാം. അപ്പൂപ്പനെ വിളിച്ച് വലിക്കല മകളെ. അപ്പൂ അവിടെ ഇരിക്കട്ടെ. അപ്പൂപ്പനെങ്കിലും ഞാൻ വിളിക്കുന്ന സ്ഥലത്ത് വാ അപ്പൂപ്പ. വരാം. പിടിച്ചോ. നീ എന്തോടെ ആലോചിച്ചോണ്ടിരിക്കുന്നത്? നീ എന്താ ആലോചിക്കുന്നത്? അല്ല, പാറക്കുട്ടി നേരത്തെ പറഞ്ഞതിന് വല്ല കഴമ്പുണ്ടോ?
എന്ത് കുഴമ്പ്? നമുക്ക് കളിക്കാൻ ഒരു അനിയനും അനിയത്തി വേണമെന്ന് പറഞ്ഞില്ല, അതിൽ എന്തെങ്കിലും ഹം, ഓടാ അവിടുന്ന്. ഭയം